റാഷണലൈസേഷൻ രണ്ട് തരത്തിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റാഷണലൈസേഷനെ കുറിച്ച് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് കേറ്ററ്റ്, സെറ്റ്, LP, UP എന്നീ പരീക്ഷകളിലെല്ലാം ആവർത്തിച്ച് ചോദിക്കുന്ന ഏതാനും ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഇറ്റ്സ് പാർട്സ്. ദിസ് പെർസ്പെക്റ്റീവ് ഈസ് റിലേറ്റഡ് ടു ഹ്യൂമനിസം, ബിഹേവിയറിസം, ജസ്റ്റാൾട്ടിസം, കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ ചോദ്യം എന്താണ്? ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഇറ്റ്സ് പാർട്സ്, അല്ലേ? ഹോൾ ആണ് ഗ്രേറ്റർ എന്നാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ഈ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹ്യൂമനിസം ആണോ, ബിഹേവിയറിസം ആണോ, ജസ്റ്റാൾട്ടിസം ആണോ, കൺസ്ട്രക്റ്റിവിസം ആണോ? എല്ലാവർക്കും ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? ജസ്റ്റാൾട്ടിസം ആണ്, അല്ലേ? അപ്പോൾ ജസ്റ്റാൾട്ടിസം ആണ് ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് പാർട്സ് എന്ന് പറയുന്ന ആ ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ നമുക്കറിയാം. ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള മാക്സ് വെർത്തിമർ, കോഫ്ക, കോഹ്ലർ ഇവരുടെയൊക്കെ സംഭാവനകളായിട്ടുള്ള ജസ്റ്റാൾട്ട് സൈക്കോളജി അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം എന്ന് പറയുന്ന ആ ഒരു ചിന്താധാരയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് സൈക്കോളജിസ്റ്റുകൾ. കോഹ്ലറിൻ്റെയൊക്കെ പരീക്ഷണം നിങ്ങൾക്കറിയാം, അല്ലേ? ചിമ്പാൻസി വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ, അതിലെല്ലാം ആ ഒരു ഇൻസൈറ്റ് ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇൻസൈറ്റ് ലേണിങ്, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിയാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹോളാണ്. പാർട്സിനേക്കാളും ഹോളിൽ നിന്നാണ് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ഇറ്റ്സ് പാർട്സ് എന്ന് പറയുന്ന സിദ്ധാന്തം ഏതാണ്? ജസ്റ്റാൾട്ട് സൈക്കോളജിയാണ്. ഓക്കെ, ജസ്റ്റാൾട്ട് സൈക്കോളജിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്? സൈക്കോ അനാലിസിസിന്റെ ഫാദർ ആരാണെന്നാണ് അടുത്ത ചോദ്യം. വില്യം വുഡ്, സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ ജി ജങ്, വില്യം ജെയിംസ്. അപ്പോൾ ആരാണ് സൈക്കോ അനാലിസിസിന്റെ പിതാവ്? സൈക്കോ അനാലിസിസിന്റെ പിതാവായിട്ട് വരുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്, അല്ലേ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാഖയെ ഇത്രയും നമുക്ക് മുന്നിലേക്ക് ഇത്രയും ഭംഗിയായി അവതരിപ്പിച്ചു തന്ന സിഗ്മണ്ട് ഫ്രോയിഡിനെ ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും സുപരിചിതമാണ് എന്ന് എനിക്കറിയാം. സിഗ്മണ്ട് ഫ്രോയിഡ്, അല്ലേ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ മനോ അപഗ്രഥന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകളിലെല്ലാം തന്നെ എപ്പോഴും വെസ്റ്റേൺ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളായിരുന്നു അദ്ദേഹത്തിനുള്ളത്. വെസ്റ്റിന്റെ സാന്നിധ്യം, ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന്റെ ചിന്തകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹമാണ് ഈ ഒരു സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത്. എന്നാൽ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്നൊരു ചോദ്യം, അല്ലെ? സൈക്കോളജിയുടെ പിതാവ് ആരാണ്? സൈക്കോളജിയുടെ പിതാവാണ് വില്യം വൂണ്ട്. ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ട് ആണ്. അതുപോലെ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പിതാവ്, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി, അല്ലെ? ലിപ്സിംഗില് ആദ്യമായിട്ട് ഒരു എക്സ്പെരിമെന്റൽ ലബോറട്ടറി സ്ഥാപിച്ച വില്യം വൂണ്ട് ആണ് എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കാൾ ജി ജങ് ആരാണ്? അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹവും ഒരു ഫാദറാണ്. എന്തിന്റെ ഫാദറാണ്? അനലിറ്റിക്കൽ സൈക്കോളജിയുടെ പിതാവാണ്. അനലിറ്റിക്കൽ സൈക്കോളജിയുടെ പിതാവാണ് അദ്ദേഹം. അനലിറ്റിക്കൽ സൈക്കോളജി. അപ്പോൾ വില്യം വൂണ്ട് ഫാദർ ഓഫ് സൈക്കോളജിയാണ്. അതുപോലെ തന്നെ എന്തിന്റെയാണ്? എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പിതാവാണ്. എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പിതാവാണ് വില്യം വൂണ്ട്. എക്സ്പെരിമെന്റൽ സൈക്കോളജി. അപ്പോൾ വില്യം ജെയിംസ് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി. ഓക്കെ, വില്യം ജെയിംസ് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി. അമേരിക്കൻ സൈക്കോളജിയുടെ ഫാദർ ആണ് വില്യം ജെയിംസ് എന്ന് പറയുന്നത്. അമേരിക്കൻ സൈക്കോളജി. അപ്പൊ നമുക്ക് നോക്കാം. ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്.
ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി. അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നും അറിയപ്പെടുന്നുണ്ട്. മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്നും സിഗ്മണ്ട് ഫ്രോയിഡ് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ കാൾ ജി ജങ് ആരാണ്? അനലിറ്റിക്കൽ സൈക്കോളജിയുടെ ഫാദർ ആണ്. അനലിറ്റിക്കൽ സൈക്കോളജിയുടെ ഫാദർ ആണ്. വില്യം ജെയിംസ് അമേരിക്കൻ സൈക്കോളജിയുടെ ഫാദർ ആണ്. വില്യം വൂണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഫാദർ ഓഫ് സൈക്കോളജി ആണ്. അതുപോലെ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഉപജ്ഞാതാവാണ് വില്യം വൂണ്ട്. ഓക്കെ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. സെലക്ട് ദി സൈക്കോളജിസ്റ്റ് ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി കൺസെപ്റ്റ് ഓഫ് സ്കീമ. സ്കീമയെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. സ്കീമയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുടെ പേരെന്താണ്? സ്കീമ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ബ്രൂണർ ആണോ, പിയാഷെ ആണോ, ഓസ്ബൽ ആണോ, സ്കിന്നർ ആണോ? ബ്രൂണർ, പിയാഷെ, ഓസ്ബൽ, സ്കിന്നർ. തീർച്ചയായിട്ടും ആരാണ് സ്കീമ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? പിയാഷെയാണ് അല്ലെ? പിയാഷെയാണ്. പിയാഷെയുടെ സ്കീമ എന്നുള്ള കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ അല്ലെ, അദ്ദേഹം ഒരു കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ ഈ ഒരു സ്കീമ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മുന്നിലേക്ക് അദ്ദേഹം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് സ്കീമ എന്ന് പറയുന്നത്? എന്താണ് സ്കീമ? അല്ലെ, അദ്ദേഹം പറയുന്നത് ഓരോ കുട്ടിയും കുട്ടിയുടെ ചുറ്റുപാടുള്ള അനുഭവങ്ങളിലൂടെ തന്നെയാണ് കുട്ടി പഠിക്കുന്നത്, അല്ലാതെ മുതിർന്നവരുടെ ഒരു കോപ്പി അല്ല കുട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. അദ്ദേഹം പറയുന്നുണ്ട് ഈ സ്കീമ എന്ന് പറയുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ മൈൻഡിൽ തന്നെ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളജ് ആണ് സ്കീമ എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരുടെയും ആ ഒരു മൈൻഡില് അല്ലെങ്കിൽ ബ്രെയിനില് സ്കീമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് ഓരോ കാര്യത്തെയും ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. ഇൻഫർമേഷനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? ഇൻഫർമേഷനെ എങ്ങനെയാണ് കാറ്റഗറി ഓഫ് ഇൻഫർമേഷൻസ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി അല്ലെ, ഒരു കുട്ടിയെ ഒരു അനിമലിനെ കാണിച്ചിട്ട് ഒരു ഡോഗ് എന്നൊരു അനിമലിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി അത് മനസ്സിലാക്കുന്നു അല്ലെ. കുട്ടിക്ക് അത് പയ്യെ മനസ്സിലാവുന്നത് ഡോഗ് ആണെന്ന്. ഏത് അനിമലിനെ കണ്ടാലും കുട്ടി ആദ്യം വിചാരിക്കും ഡോഗ് ആണെന്ന് കുട്ടി മനസ്സിൽ കരുതും. പിന്നീട് കുട്ടിയുടെ സിറ്റുവേഷൻസ്, കുട്ടിയുടെ അനുഭവങ്ങളിലൂടെ കുട്ടി മനസ്സിലാക്കുകയാണ് ഡോഗ് എന്നത് ഒരു സെപ്പറേറ്റ് സ്പീഷീസ് ആണ്. പലതരം ഡോഗുകളെ കുട്ടി തിരിച്ചറിയാൻ തുടങ്ങുന്നു. ക്യാറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഫാമിലിയിലെ ആനിമൽ ആണ്. അങ്ങനെ ഓരോ ഫാമിലിയിലും വേറെ വേറെ സ്കീമാസിലാണ് ഇത് രൂപപ്പെടുന്നത്. ഒരു കുട്ടിയെ നമ്മളിപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാന്ന് വെക്കുക. ഒരു ചെറിയ കുട്ടി ഏറ്റവും ആദ്യം തൊട്ട് കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുട്ടിക്കാലത്തൊക്കെ കുട്ടിയുടെ മനസ്സിൽ എന്താണ്? ഒരു ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും എന്തായിരിക്കും വരിക? ആദ്യം തന്നെ ഒരു ഫിയർ ആയിരിക്കും, ഒരു പേടിയായിരിക്കും അല്ലെ. എങ്ങനെയാണ് ആ പേടി വന്നത്? എപ്പോഴും ഒരു കുട്ടിക്ക് ഒരു ഹോസ്പിറ്റൽ വാക്സിനേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത് അല്ലെ. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ഉറപ്പാണ്. കുട്ടിയുടെ മനസ്സിൽ ആ സിറിഞ്ച്, ഡോക്ടർ, നേഴ്സ്, ഹോസ്പിറ്റല്, ഇതൊക്കെ ഒരു സ്കീമ. ആ സ്കീമയിൽ അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. പിന്നെ മുതിർന്നു വരുമ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്കായിട്ടാണ് അല്ലെ, രോഗം ചികിത്സിക്കാനാണ് എന്നൊക്കെ കുട്ടി ആ സ്കീമയിലേക്ക് അടുക്കി ബിൽഡിംഗ് ബ്ലോക്ക് പോലെ. ബിൽഡിംഗ് ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ലേ. ബിൽഡിംഗ് ബ്ലോക്ക് അതാത് സ്ഥാനത്താണ് ബിൽഡിംഗ് ബ്ലോക്കിൽ അതിന്റെ ഓരോരോ പാർട്സ് ആയിട്ട് അടുക്കി വെക്കുന്നത്. അതേപോലെ മനോഹരമായിട്ട് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിലും അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള സ്കീമകൾ കൊണ്ടാണെന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് സ്കീമ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളജ് ആണ്. നോളജ് കൊണ്ട് ചിട്ടയായി ഭംഗിയായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് സ്കീമ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് മൈൻഡിൽ പുതുതായിട്ട് വന്ന കാര്യമൊന്നുമല്ല, ഓൾറെഡി മൈൻഡിൽ എക്സിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാറ്റഗറി, ഓർഗനൈസ്ഡ് കാറ്റഗറി ഓഫ് ഇൻഫർമേഷൻ ആണ് ഇതിൽ വരുന്നത്. എല്ലാവരും ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദി ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ത്രൂ പാറ്റേൺ മേക്കിംഗ്, ക്വസ്റ്റ്യനിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ഏത് തരം ഇന്റലിജൻസ് ആണ്? പാറ്റേൺ മേക്കിങ്ങിന് വേണ്ടിയിട്ടും ക്വസ്റ്റ്യനിങ്ങിനും. ചോദ്യം ശ്രദ്ധിക്കുക, പാറ്റേൺ മേക്കിംഗ്, ക്വസ്റ്റ്യനിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പൊ ഈ ഒരു പാറ്റേൺ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, ക്വസ്റ്റ്യനിങ്ങിന് വേണ്ടിയിട്ട്, പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് അല്ലെ? മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് എല്ലാവരും ഫെമിലിയർ ആണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ, ഗാർഡനർ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതില് ക്വസ്റ്റ്യനും പ്രോബ്ലം സോൾവിങ്ങും പാറ്റേൺ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇന്റലിജൻസ് ഏതാണ്?
ഓപ്ഷൻസ് നോക്കാം. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണോ, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണോ, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണോ, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണോ? ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഇതിലേതാണ് ആൻസർ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ആൻസർ ഏതാണെന്ന്. കാരണം ഇതിൽ എന്താണ്, ഇതിൽ ക്വസ്റ്റ്യനിങ് വരുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ് വരുന്നുണ്ട്. ഈ ഇന്റലിജൻസ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ? ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസുമായിട്ട് റിലേറ്റഡ് ആണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസുകളാണ്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്. എന്തൊക്കെ ഇന്റലിജൻസ് ആണ്? ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, അതുപോലെ മറ്റു ഒരുപാട് ഇന്റലിജൻസുകൾ ഉണ്ട് അല്ലെ? അതുപോലെ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ് നമുക്ക് ഏതിൽ വേണ്ടത്? ഇപ്പോൾ പറഞ്ഞ പാറ്റേൺ മേക്കിങ്ങിലും അതുപോലെ പ്രോബ്ലം സോൾവിങ്ങിലും ക്വസ്റ്റ്യനിങ്ങിലും ഒക്കെ വേണ്ടത്. ചിലർക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലെ? മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് ഓരോ ഗാർഡനറിന്റെ ഇന്റലിജൻസ് പഠിച്ചവർക്ക് അറിയാം അല്ലെ? പഠിച്ചവർക്ക് നന്നായിട്ട് അറിയാം. ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസിൽ റീസണിങ് അല്ലെ? റീസണിങ്ങോട് കൂടിയിട്ട് പ്രോബ്ലം സോൾവിങ് നടത്തുന്നവരാണ്. എപ്പോഴും ആ ഒരു ലോജിക് ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ പ്രോബ്ലം സോൾവിങ് നടത്തുക അല്ലെ? ഇപ്പോൾ ഒരു ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആളാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവരുടെ ഭാഷയായിരിക്കും അവർ ഏറ്റവും അവരുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അറിയാമായിരിക്കും അല്ലെ? മറ്റുള്ളവരുടെ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരോടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും. ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. ഇപ്പോൾ നമുക്ക് നോക്കാം, പോലീസ് ആയിക്കോട്ടെ, ഫോഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈവൻ ഡോക്ടർ ആയിക്കോട്ടെ, സ്പോർട്സിൽ അത്ലറ്റ് ആയിക്കോട്ടെ, അവരെല്ലാവരും ഒരു ജിം ട്രെയിനർ പോലെ ആയിക്കോട്ടെ, ഇവരൊക്കെ അവർ യൂസ് ചെയ്യുന്നത് അവർ എപ്പോഴും അവരുടെ പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? അവരുടെ ബോഡിലെ മസ്കുലർ മൂവ്മെന്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് എനർജി ആയിരിക്കും അവരതിനു വേണ്ടി യൂസ് ചെയ്യുക. അപ്പം ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. ഈ ഒരു ക്വസ്റ്റ്യനിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും അതുപോലെ പാറ്റേൺ മേക്കിംഗ്, ഇതിലൊക്കെ വളരെ പാറ്റേൺ മേക്കിംഗുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ സ്പേഷ്യൽ ഇന്റലിജൻസ്, നമുക്ക് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെ ഒരു ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് വരും. പക്ഷെ ഇവിടെ ഈ ഒരു പ്രോബ്ലം സോൾവിങ്, ക്വസ്റ്റ്യനിങ്, പാറ്റേൺ മേക്കിംഗ് എല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സെലക്ട് ദി കറക്റ്റ് ഓർഡർ ഓഫ് പിയാഷെസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ്. സെലക്ട് ദി കറക്റ്റ് ഓർഡർ ഓഫ് പിയാഷെസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ്. പിയാഷെ എന്ന് പറയുന്ന ജീൻ പിയാഷെ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് സൈക്കോളജിയിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. ഒരു കേറ്ററ്റ് എക്സാമോ ഒരു LP-UPയോ ഒരു സെറ്റ് എക്സാമോ HSAയോ ഒന്നും പിയാഷെ ഇല്ലാതെ കടന്നു പോയിട്ടില്ല ഇതുവരെ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പിയാഷയുടെ സ്കീമ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസിലെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ സ്റ്റേജസിലെ കറക്റ്റ് ഓർഡർ ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ആൻസർ പറയുക. പ്രീ ഓപ്പറേഷണൽ, സെൻസറി മോട്ടോർ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചാണ് ആൻസർ ചെയ്യേണ്ടത്. സെൻസറി മോട്ടോർ, ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ. സി ഓപ്ഷൻ സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ. ഈ ഓപ്ഷൻസ് എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ട് അല്ലേ? പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്കും ഇത് തന്നെയാണ് സംഭവിക്കുക. ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല. ഇവിടെ ഓപ്പറേഷൻ മാത്രം കാണാൻ കഴിയും അല്ലേ? ബാക്കിയൊക്കെ എന്തൊക്കെയാണ്, എവിടൊക്കെയാണ്, ആകെ കിളി പോയ അവസ്ഥയിലായിരിക്കും നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുക. അപ്പം നമ്മളിത് പഠിക്കാൻ പോവാണ്, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പോവാണ്. പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് ഏതൊക്കെയാണെന്ന്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കിയേ? പഠിച്ചിട്ടുള്ളവർക്ക് കറക്റ്റ് അറിയാം. ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് D ആണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. വളരെ ഈസിയാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അപ്പൊ സെൻസറി ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ലാസ്റ്റ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 4 സ്റ്റേജസ് ആണ് പ്രധാനമായിട്ടും പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്.
അപ്പൊ പിയാഷെ ഇപ്പൊ ജീനിന് അല്ലെങ്കിൽ പിയാഷയ്ക്ക് ഒരു SPC ഉണ്ടായിരുന്നു. SPC വളരെ ഫോർമൽ ആയിരുന്നു. അപ്പൊ SPC എന്ന് പറയുന്നത് അറിയാം. SPC നമുക്ക് സ്കൂളിലെ ഓരോ SPC സെക്ഷൻ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ SPC. അപ്പൊ പിയാഷയുടെ ഗ്യാങ്ങിലും ഉണ്ടായിരുന്നു ഒരു SPC കേട്ടോ. അപ്പൊ പിയാഷയ്ക്ക് ഇങ്ങനത്തെ വേണ്ട ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത് ആരായിരുന്നു? ഈ SPC ആയിരുന്നു. പക്ഷെ ആ SPC എന്ന് പറയുന്നത് വളരെ ഫോർമൽ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പിയാഷയുടെ 4 സ്റ്റേജുകൾ ഓർഡർ തെറ്റാതെയാണ് പഠിക്കുന്നത്. SPC ഫോർമൽ ആണ്. ഓപ്പറേഷൻസിലൊക്കെ SPC ഫോർമൽ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. അപ്പൊ ഇനി നമ്മള് സ്റ്റേജസ് ഒക്കെ ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Sorgraphism is an example of sublimation, rationalization, repression, withdrawal. സബ്ലിമേഷൻ ആണോ, റാഷണലൈസേഷൻ ആണോ, റിപ്രഷൻ ആണോ, വിഡ്രൂവൽ ആണോ? എന്തായാലും സോർഗ്രേപ്പിസം എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റഡ് ആണ്? എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം എന്താണ്? ഓരോ ഡിഫൻസ് മെക്കാനിസംസ് ആണ് അല്ലെ. സബ്ലിമേഷൻ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, റാഷണലൈസേഷൻ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, റിപ്രഷൻ അല്ലെ, ദമനം എന്നൊക്കെ പറയും, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, വിഡ്രൂവൽ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. പിന്നെ നമ്മൾ ഒരുപാട് ഡിഫൻസ് മെക്കാനിസംസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് മാൽ അഡ്ജസ്റ്റ്മെന്റ് നേരിടുമ്പോൾ നമുക്ക് അതിനെ കറക്റ്റായിട്ട് സമായോജനം നടക്കാതെ വരുമ്പോൾ, അഡ്ജസ്റ്റ്മെന്റ് നടക്കാതെ വരുമ്പോൾ നമ്മുടെ തന്നെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് അല്ലെ. ഹ്യൂമൻ മൈൻഡിൽ തന്നെ കുറേ അൺകോൺഷ്യസ് ആയിട്ട് കുറേ പ്രോസസ്സുകൾ നടക്കും. അപ്പൊ അതുപോലെ നമ്മൾക്ക് നമ്മുടെ മൈൻഡിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആങ്സൈറ്റീസ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്ട്രെസ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെ ഒരിക്കലും ഫെയിലിയേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ മൈൻഡിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, നമുക്ക് അനുഭവിക്കുന്ന ആങ്സൈറ്റിയിൽ നിന്നും നമ്മുടെ മൈൻഡ് അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും കലുഷിതമായ ഒരു സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ, നമ്മുടെ മൈൻഡിനെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന കുറേ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കുറേ പ്രതിരോധ തന്ത്രങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ് ഓർ ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത് അല്ലെ. ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡിഫൻസ് മെക്കാനിസംസ് പലതരത്തിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റാഷണലൈസേഷൻ. ഒരുപാട് ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം എന്താണ്? നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ റാഷണലൈസേഷൻ ഒരു യുക്തി പറയുകയാണ് അവിടെ അല്ലെ. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഫെയിലിയർ ആയി, അല്ലെങ്കിൽ നമുക്കത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അത് മറ്റൊരു കാര്യത്തിൽ ആരോപിച്ചിട്ട് അത് കുഴപ്പമില്ല, അത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ആണ് റാഷണലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ഫെയിലിയർ നേരിട്ടു, സക്സസ്ഫുൾ ആയില്ല, പക്ഷെ ആ തോൽവിയെ നമ്മുടെ മനസ്സ് തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം ഒരു പ്രതിരോധ തന്ത്രം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലും നടക്കുന്ന ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. കൂടുതലായിട്ടും അൺകോൺഷ്യസ് മൈൻഡിലാണ് ഇത് സംഭവിക്കാറ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ആ പ്രതിരോധ തന്ത്രം നടത്തുന്ന ആള് പലപ്പോഴും അറിയാറില്ല. പക്ഷെ നമ്മുടെ ബോധപൂർവം നടത്തുന്ന പ്രതിരോധ തന്ത്രങ്ങളുണ്ട്. കൂടുതലായിട്ടും അൺകോൺഷ്യസ് മൈൻഡിലാണ് ഇത് സംഭവിക്കാറ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. PSC ഒക്കെ പഠിച്ചു, ഒരുപാട് കാലം പഠിച്ചു, പരീക്ഷ എഴുതി അല്ലെ. പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലുണ്ട്, വിളിക്കുന്നില്ല, കിട്ടുന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ ലാസ്റ്റ് സിറ്റുവേഷനിലാണ് നിങ്ങൾ എൻട്രിയിൽ എത്തിച്ചേരുന്നത് അല്ലെ. അതിനു മുന്നേ നിങ്ങൾ ചിന്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? അതിനു മുന്നേ ചിന്തിച്ചിരുന്നത് ഇത് കുഴപ്പമില്ല, ഈ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇപ്പോൾ ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ അത്ര ഇതില്ലല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്താണ്, നമുക്ക് പോയി വരാം, അതിലും സാലറി ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇതൊക്കെ ആയാലും ഞാൻ ഓക്കെയാണ് അല്ലേ. മറ്റേതാവുമ്പോൾ ജില്ല മാറിപ്പോണം അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എൻട്രിയിൽ വന്നതിന് ശേഷമാണ് നിങ്ങൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ തുടങ്ങിയത് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിനെയും ന്യായീകരിച്ച് യുക്തിയോടെ അല്ലെ യുക്തിപൂർവ്വം റാഷണലൈസ് ചെയ്യുന്നതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാലം IAS എക്സാമിന് പഠിച്ച ആൾക്ക് IAS കിട്ടിയില്ല, അയാളുടെ ജോലി ക്ലറിക്കൽ പോസ്റ്റ് ആണെന്ന് കരുതുക. അപ്പോൾ ക്ലറിക്കൽ പോസ്റ്റിലുള്ള ആൾ എങ്ങനെയാണ് സമാധാനിക്കുന്നത് അല്ലെ. IAS ഒക്കെ ആയാൽ
എനിക്ക് എന്താണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലേക്ക് ഞാൻ ഇനി പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, അതുകൊണ്ട് ഞാൻ ഈ ജോലി തന്നെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് പോകുന്ന ഈ ഒരു ജോലിയിൽ തന്നെ പോവാം. കിട്ടാതെ വരുമ്പോഴാണ് ആ ഒരു എന്താണ് നമ്മളുടെ ആ ഒരു ഇതിൽ നിന്ന് അല്ലെ, ആ ഒരു ഫെയിലിയറിൽ നിന്ന് അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമായോജന തന്ത്രങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ റാഷണലൈസേഷനിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയുണ്ട്? റാഷണലൈസേഷൻ 2 തരത്തിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റാഷണലൈസേഷനെ കുറിച്ച് നോക്കാം. റാഷണലൈസേഷൻ മെയിൻ ആയിട്ട് 2 തരത്തിലാണ്. ഏതൊക്കെയാണ്? സോർട്ട് ഗ്രേപ്പിസം ഉണ്ട്. സോർട്ട് ഗ്രേപ്പിസം അതുപോലെ സ്വീറ്റ് ലെമണിസം. സോർട്ട് ഗ്രേപ്പിസവും സ്വീറ്റ് ലെമണിസവുമാണ് 2 ടൈപ്സ് ഓഫ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സോർട്ട് ഗ്രേപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പുളിമുന്തിരി അല്ലെ, പുളിക്കുന്ന മുന്തിരി എന്നെയാണ് സോർട്ട് ഗ്രേപ്പിസം എന്ന് പറയുന്നത്. അതുപോലെ സ്വീറ്റ് ലെമണിസം എന്താണ്? മധുര നാരങ്ങ എന്നാണ് ഈ ഒരു കൺസെപ്റ്റ് അല്ലെ. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു അതേ സംഭവം തന്നെയാണ്. ഇപ്പൊ ഈ സോപ്പ് കഥകളിലെ കുറുക്കന് അല്ലെ, മുന്തിരി കിട്ടാനായിട്ട് കുറേ നോക്കി ശ്രമിച്ചു, കിട്ടിയില്ല. ലാസ്റ്റ് വരുന്ന കൺസെപ്റ്റിലേക്ക് എത്തുകയാണ് കിട്ടാത്ത മുന്തിരി എന്താണ്? പുളിക്കും. അപ്പൊ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതാവുമ്പോൾ നമുക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അതിനെ പുളിക്കുന്നതാക്കി നമ്മൾ മാറ്റിയത്. നല്ല മധുരമുള്ള മുന്തിരി ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ഫെയിലിയറിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തന്ത്രമാണ് ഈ ഒരു സോർട്ട് ഗ്രേപ്പിസം എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ സ്വീറ്റ് ലെമണിസം. നമ്മൾ IAS-ന്റെ ക്ലറിക്കൽ പോസ്റ്റിന്റെയും കാര്യം പറഞ്ഞു. ഒരു ക്ലർക്കായിരിക്കുന്ന ആൾ IAS-ന് വേണ്ടി ഒരുപാട് ശ്രമിച്ചപ്പോഴും കിട്ടാത്ത അവസ്ഥയിൽ അയാളുടെ ആ ഫെയിലിയേഴ്സ് നേരിട്ട് അയാൾക്ക് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അയാളുടെ സ്ട്രെസ് കുറയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു തന്ത്രം കണ്ടുപിടിച്ചു. അതിനെയാണ് ഇപ്പോൾ ഉള്ള ജോലി കുറച്ചുകൂടെ ഈസിയാണ്, എനിക്ക് ഫാമിലിയൊക്കെ നോക്കാനായിട്ട് കഴിയും അല്ലെ, അങ്ങനെ പറയുന്നത്. മറ്റേതാണെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണത് കേട്ടോ. അപ്പോൾ റാഷണലൈസേഷൻ മനസ്സിലായി കാണുന്ന വരുന്നു. യുക്തീകരണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ റാഷണലൈസേഷൻ. Below is given a list of 5 types of learning indicated in hierarchical arrangement as mentioned by Robert M. Gagne from the code given. Select the correct hierarchy to show your answer. റോബർട്ട് ഗാഗ്നിയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. സിഗ്നൽ ലേണിംഗ്, ചെയിൻ ലേണിംഗ്, റൂൾ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്, SR ലേണിംഗ്. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഗാഗ്നിയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ, ഹൈറാർക്കി ഓഫ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്കാകെ കൺഫ്യൂഷൻ വരും അല്ലെ. നമ്മൾ പഠിച്ച ഓർഡറിലൊന്നും അല്ല അതിൽ ഇത് കിടക്കുന്നത്. അപ്പം ഇതെങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പം നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. സിഗ്നൽ ലേണിംഗ്, ചെയിൻ ലേണിംഗ്, റൂൾ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്, SR ലേണിംഗ്, ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്നാണ് നോക്കുന്നത്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ 1 ആണ് കേട്ടോ. ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ 1 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ 1 ആദ്യം സിഗ്നൽ ലേണിംഗ് ആണ്. രണ്ടാമത് വരുന്നത് ഏതാണ് ഇതില്? SR ലേണിംഗ് ആണ്. ഓക്കെ, മൂന്നാമത് വരുന്നത് ഏതാണ്? ഇതില് റൂൾ ലേണിംഗ് ആണ്. പിന്നെ വരുന്നത് ഏതാണ്? കൺസെപ്റ്റ് ലേണിംഗ് ആണ് അല്ലെ. കൺസെപ്റ്റ് ലേണിംഗ് ആണ്. നാലാമത് വരുന്നത് കൺസെപ്റ്റ് ലേണിംഗ് ആണ്. പിന്നെ ഏതാണ്? അപ്പൊ ഗാഗ്നിയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് അല്ലെ, അതിൽ മെയിൻ ആയിട്ട് ആദ്യത്തെ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏതാണ്? സിഗ്നൽ ലേണിംഗ് ആണ്. രണ്ടാമത്തെ ഏതാണ്? സ്റ്റിമുലസ് റെസ്പോൺസ് അല്ലെ, സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ചെയിനിങ്. ഏതാണ്? ചെയിനിങ്. പിന്നെ വരുന്ന ഏതാണ്? വെർബൽ അസോസിയേഷൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. പിന്നെ വരുന്ന ഏതാണ്? അടുത്തതാണ് കൺസെപ്റ്റ് ലേണിംഗ് ആണ് അടുത്തതായിട്ട് വരുന്നത്. പിന്നെ ഏതാണ്? അടുത്തതാണ് റൂൾ ലേണിംഗ്. റൂൾ ലേണിങ്ങിന് മറ്റൊരു പേരും കൂടി പറയും.
അതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ റൂൾ ലേണിംഗിന്റെ മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ ലേണിംഗ്. അവസാനമായിട്ട് പ്രോബ്ലം സോൾവിങ്. ഏതാണ്? പ്രോബ്ലം സോൾവിങ് ആണ് ഗാഗ്നിയുടെ ഹൈറാർക്കിയിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് സിഗ്നൽ ലേണിംഗ്, സെക്കൻഡ് വൺ ആണ് SR ലേണിംഗ്, തേർഡ് വൺ ചെയിനിങ്, ഫോർത്ത് വൺ വെർബൽ അസോസിയേഷൻ, പിന്നെ വരുന്നത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ് ആൻഡ് പ്രിൻസിപ്പൽ ലേണിംഗ്, ലാസ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ഗാഗ്നിയുടെ ഹൈറാർക്കി ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗാഗ്നിയുടെ ലേണിംഗില് ഹൈറാർക്കിയൽ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തില് ഈ എല്ലാ കൺസെപ്റ്റുകളും ഇല്ല അല്ലെ? അപ്പൊ ഈ എല്ലാ സ്റ്റേജസും ഇല്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇതിൽ ഈ ഓർഡറിൽ നമുക്ക് നോക്കാം. അപ്പൊ ഓർഡറിൽ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ പഠിക്കാൻ പോവാണേ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് എപ്പോഴും ചോദ്യം വരുന്ന മേഖലയാണ് അല്ലെ? അപ്പൊ നമുക്ക് വളരെ ഈസിയസ്റ്റ് വേയിൽ ഇത് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്, എക്സാമിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിന് SSCV MCRP എന്ന് പഠിച്ചു വെക്കണം കേട്ടോ. SSCV MCRP എന്ന് പഠിച്ചു വെക്കണം. ആദ്യത്തെ ഏതാണ്? ഇതേതാണ്? സിഗ്നൽ ലേണിംഗ് അല്ലെ? ഇതാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അപ്പോൾ സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. തേർഡ് വൺ ചെയിനിങ്. ഫോർത്ത് വൺ വെർബൽ അസോസിയേഷൻ, വെർബൽ ലേണിംഗ്. അടുത്തത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് വൺ ആണ് ചെയിനിങ്. അതുപോലെ റൂൾ ലേണിംഗിന്റെ മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ ലേണിംഗ്. ലാസ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ്. അപ്പൊ നമുക്ക് SSCV MCRP എന്നുള്ള ഒരു ചെറിയ കോഡ് കൊണ്ടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ SSCV MCRP എന്ന് പഠിച്ചു വെച്ചാൽ ഗാഗ്നിയുടെ ഹൈറാർക്കിയുടെ സ്റ്റേജസ് എല്ലാം കിട്ടും, നമുക്ക് ഓർഡറിൽ കിട്ടും. ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോഡ് തന്നിരിക്കുന്നത്. കോഡ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കാം, ഓർഡറിൽ പഠിച്ചു വെക്കുക. പക്ഷെ പരീക്ഷാ ഹാളിൽ നിന്ന് മറക്കാതിരിക്കാനായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ SSCV MCRP എന്താണ്? ഗാഗ്നിയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് വൺ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സെലക്ട് ദി ഇറോണിയസ് പെയർ റിഗാർഡിംഗ് എക്സെപ്ഷണൽ ചിൽഡ്രൻ, സ്ലോ ലേണർ, IQ below 70, confident. Gifted children, IQ above 130, high level. Mentally retarded children, IQ below 70, special care needed. Okay, special care needed. Creative children, express originality and insight. അപ്പോൾ ഇതില് ചോദ്യം എന്താണ്? ഇതിലെ ഇറോജിനസ് പെയർ കണ്ടുപിടിക്കാനാണ്. എന്താണ് ഇറോജിനസ് പെയർ? എന്താണ്? എക്സെപ്ഷണൽ ചിൽഡ്രനെ കുറിച്ച്, എക്സെപ്ഷണൽ ചിൽഡ്രൻസ് അല്ല, ടൈപ്സ് ഓഫ് എക്സെപ്ഷണൽ ചിൽഡ്രൻ, സ്ലോ ലേണർ ഉണ്ട്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ട്, മെന്റലി റിട്ടാർഡഡ് ഉണ്ട് അല്ലെ? അങ്ങനെ പല തരത്തിലുള്ള എക്സെപ്ഷണൽ ചിൽഡ്രൻ ആണ് വരിക. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു വിഭാഗങ്ങളെയൊക്കെ കുറിച്ച്. അപ്പൊ അതിൽ ഈ ഒരു എക്സെപ്ഷണൽ ചിൽഡ്രനെ കുറിച്ച് ഉള്ള പറയുമ്പോൾ അതിൽ ഇറോണിയസ് ആയിട്ടുള്ള പെയർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇറോണിയസ് എന്ന് പറഞ്ഞാൽ ടൈമിൽ തന്നെ ഉണ്ട് അതിന്റെ മീനിങ് കേട്ടോ. എറർ ആയിട്ടുള്ളത്, ഇതിൽ എറർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. തെറ്റായിട്ടുള്ളത് ഏതാണ് കേട്ടോ. അപ്പൊ സ്ലോ ലേണറിന്റെ IQ 70 താഴെയാണെന്നാണ് ഇവിടെ പറയുന്നത്, കോൺഫിഡന്റ് ആണെന്നാണ് പറയുന്നത്. അത് പ്രസ്താവന ശരിയാണോ എന്ന് പരിശോധിക്കുക. ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് 130 IQ-ന് മുകളിലുള്ള കുട്ടികളെയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഹയർ ലെവൽ ആണ് ഇവരുടെ തിങ്കിങ് എന്ന് പറയുന്നത്, ഹയർ ലെവൽ ആണ്. മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ട്, ടൈപ്പ് ഓഫ് ചിൽഡ്രൻ ആണ്. ഇവരുടെ IQ എന്ന് പറയുന്നത് 70 താഴെയാണ്. ഇവർക്ക് സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള കുട്ടികളാണ്. മെന്റലി റിട്ടാർഡഡ്. ക്രിയേറ്റീവ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഒറിജിനാലിറ്റിയും ഇൻസൈറ്റും ഉള്ളവരാണ്. ഒറിജിനാലിറ്റിയാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, വളരെ ഒറിജിനൽ ആയിരിക്കും ക്രിയേറ്റീവ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതുപോലെ ഇൻസൈറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിൽഡ്രന്റെ ഒരു ക്വാളിറ്റി ആണ് എന്നൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ചോദ്യം എന്താണ്? ഇറോണിയസ് പെയർ ഏതാണ്? നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? കിട്ടിയെങ്കിലൊന്ന് പറഞ്ഞേ, ഇതിന്റെ ആൻസർ ഏതാണ്? ഇവിടെ നിന്ന് ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഇതിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. സ്ലോ ലേണർ എന്ന് പറയുന്നത് കോൺഫിഡന്റ് ആയിരിക്കുമോ? ഒരിക്കലും കോൺഫിഡന്റ് ആയിരിക്കില്ല അല്ലെ?
അവർ കോൺഫിഡൻ്റ് ആയിരിക്കില്ല, അവർക്ക് എപ്പോഴും ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കും അല്ലേ, സ്ലോ ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോ ലേണേഴ്സിൻ്റെ IQ 70 to 85 റേഞ്ചിലാണ് വരുന്നത്, ബിലോ 70 അല്ല. ഓക്കെ, അപ്പൊ IQ ബിലോ 70 എന്ന പ്രസ്താവനയും തെറ്റാണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഇതാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ആൻസർ ഏതാണ്? സ്ലോ ലേണർ, IQ ബിലോ 70, കോൺഫിഡന്റ് എന്ന് പറയുന്ന ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സെലക്ട് ദി പേഴ്സൺ ഹു ഹാസ് ഡൺ മേജർ റിസർച്ച് വർക്ക്സ് ഇൻ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓപ്ഷൻ എ ജീൻ പിയാഷെ, ലെവ് വൈഗോട്സ്കി, ജെറോം എസ് ബ്രൂണർ, ഡേവിഡ് ഓസുബൽ. Select the person who has done major research works in social constructivism. ജീൻ പിയാഷെ ആണോ, ലെവ് വൈഗോട്സ്കി ആണോ, ജെറോം എസ് ബ്രൂണർ ആണോ, ഡേവിഡ് ഓസുബൽ ആണോ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ ഏറ്റവും കൂടുതൽ മേജർ റിസർച്ച് വർക്ക്സ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആരായിരിക്കും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഉപജ്ഞാതാവ് തന്നെ ആരാണ്? ഉറപ്പായിട്ടും അത് ആരാണ്? ലെവ് വൈഗോട്സ്കി ആണ് അല്ലേ? ലെവ് വൈഗോട്സ്കി ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ബാക്കിയുള്ളവരെ നമുക്കൊന്ന് നോക്കാം. ജീൻ പിയാഷെനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കോഗ്നിറ്റിവിസ്റ്റ് ആണ്. കോഗ്നിറ്റിവിസ്റ്റ് ആണോ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അദ്ദേഹം ഒരു കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് കേട്ടോ. ആര്? ജീൻ പിയാഷെ. അതുപോലെ ലെവ് വൈഗോട്സ്കിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇദ്ദേഹം ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിന്റെ ഉപജ്ഞാതാവാണ് ലെവ് വൈഗോട്സ്കി എന്ന് പറയുന്നത് അല്ലെ. വൈഗോട്സ്കിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ. സോഷ്യൽ സൈക്കോളജിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിത്വമാണ് ലെവ് വൈഗോട്സ്കി എന്ന് പറയുന്നത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഉപജ്ഞാതാവാണ് ലെവ് വൈഗോട്സ്കി എന്ന് പറയുന്നത്. ജെറോം എസ് ബ്രൂണറും ഒരു കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണെന്ന് പറയാം. ഒരു കോഗ്നിറ്റിവിസ്റ്റ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് കേട്ടോ. കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുമ്പോൾ ലെവ് വൈഗോട്സ്കി. ഡേവിഡ് ഓസുബൽ ഒരു കോഗ്നിറ്റിവിസ്റ്റ് ആണ്, കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ്. ഒരു കോഗ്നിറ്റിവിസ്റ്റ് ആണ് ഡേവിഡ് ഓസുബൽ. അല്ല, ഓരോരുത്തരെയും കുറിച്ച് നോക്കിയാണ് ജീൻ പിയാഷെ അദ്ദേഹത്തിന്റെ തിയറികളിൽ നമ്മളിപ്പോ സ്കീമ, അക്കോമഡേഷൻ, അസിമിലേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെവ് വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തില് അല്ലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ജെറോം എസ് ബ്രൂണറിന്റെ മീനിങ് വെർബൽ ലേണിംഗ് അതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലെ. മീനിങ് വെർബൽ ലേണിംഗ്, അതുപോലെ സബ്സംഷൻ ലേണിംഗ്, റിസപ്ഷൻ ലേണിംഗ്, ഡേവിഡ് ഓസുബലിന്റെ സബ്സംഷൻ ലേണിംഗ്, റിസപ്ഷൻ ലേണിംഗ്, ജെറോം എസ് ബ്രൂണറിന്റെ ഡിസ്കവറി ലേണിംഗ്, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലെ, ഇതെല്ലാം നിങ്ങൾക്ക് പരിചിതമാണ് അല്ലെ. അപ്പോൾ ഇതില് മെയിൻ ആയിട്ടുള്ള ചോദ്യം എന്താണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ആളാരാണെന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ ഏതാണ്? ലെവ് വൈഗോട്സ്കി ആണ്. ഓക്കെ, ലെവ് വൈഗോട്സ്കി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ടെസ്റ്റ് ഈസ് നോൺ ആസ് ദി ഗ്രാൻഡ് ഫാദർ ഓഫ് ഓൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ്? ഇപ്പൊ എല്ലാ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുടെയും ഗ്രാൻഡ് ഫാദർ ആരാണെന്നാണ് ചോദ്യം. പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അറിയാം അല്ലേ. പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ, പേഴ്സണാലിറ്റി ഇൻവെന്ററി ടെസ്റ്റുകൾ നിങ്ങൾക്കറിയാം, ഇന്റലിജൻസ് ടെസ്റ്റുകൾ അറിയാം അല്ലെ. അപ്പൊ അതില് ഈ ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുടെയൊക്കെ മുത്തച്ഛനായിട്ട് ആര് വരും അല്ലെ, ഗ്രാൻഡ് ഫാദർ ആയിട്ട് ആര് വരും എന്നാണ് ചോദ്യം. റോർഷാഗ് ഇംഗ്ബ്ലോട്ട് ടെസ്റ്റ്, ടാറ്റ് അല്ലെ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, കാറ്റ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ 4 ടെക്സ്റ്റുകളാണ് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതില് ചോദ്യം എന്താണ്? ഗ്രാൻഡ് ഫാദർ ആവണം അല്ലെ, പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുടെ ഗ്രാൻഡ് ഫാദർ ആവണം. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? റോർഷാഗ് ആണോ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണോ, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണോ, പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ് ആണോ? ഏതായിരിക്കും ഇതിൽ ആൻസർ ആയിട്ട് വരിക? ഏതായിരിക്കും ആൻസർ? റോർഷാഗ് ഇംഗ്ബ്ലോട്ട് ടെസ്റ്റ് ആണ് അല്ലെ. റോർഷാഗ് ഇംഗ്ബ്ലോട്ട് ടെസ്റ്റ് ആണ് എല്ലാ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുടെയും ഗ്രാൻഡ് ഫാദർ എന്നറിയപ്പെടുന്നത്. ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10 ഇങ്ക് ബ്ലോട്ടുകളാണ് ഇതിൽ, ഇങ്ക് പേപ്പേഴ്സ് വെച്ചിട്ടാണ് ഇത് ടെസ്റ്റ് നടത്തപ്പെടുന്നത്. എന്നിട്ട് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണത്. ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഇതുപോലെ ടാറ്റും
പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. കാറ്റും ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിൽ ഏത് ഭാഗമാണ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് എന്നുള്ളത് വെച്ചിട്ട് പേഴ്സണാലിറ്റി അല്ല, ഇന്റലിജൻസിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതൊരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണെന്ന് ഓർമ്മ വേണം. പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. ഇതെല്ലാം പേഴ്സണാലിറ്റി ടെസ്റ്റുകളാണ് കേട്ടോ. കാറ്റ്, ടാറ്റ്, റോഷാക്ക് എല്ലാം പേഴ്സണാലിറ്റി ടെസ്റ്റുകളാണ്. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. റോഷാക്ക് ഒരു ഫിലിമൊക്കെ ഇല്ലേ, റോഷാക്ക് കണ്ടിരുന്നോ? അപ്പൊ ഈ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണിത്. എപ്പോഴും മഷിയുപ്പ് അല്ലെ, അത് ഉപയോഗിച്ചിട്ട് ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ് അല്ലെ, ചിത്രങ്ങൾ 10 ടൈപ്സ് ഓഫ് കാർഡുകളായിരിക്കും ഇതിൽ കൊടുക്കുക. നിങ്ങളൊക്കെ B.Ed ഒക്കെ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ D.Edലൊക്കെ കഴിഞ്ഞവർക്ക് ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഈ ടെസ്റ്റുകളൊക്കെ സൈക്കോളജി ടീച്ചർ നിങ്ങളെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ്, നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അതിലൂടെ അനലൈസ് ചെയ്യുന്നത്. ആ ഒരു ഇങ്ക് ബ്ലോട്ടിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിൽ എങ്ങനെയാണ് ആ പേഴ്സണാലിറ്റി എന്ന് പഠനം നടത്തുന്നത്. ആ പേഴ്സണാലിറ്റിയെ പഠിക്കുന്നത് ഈ രീതിയിലൂടെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് ഇതിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുടെയും ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ഓൾ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുടെയും ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആണ്. ഓക്കെ, റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആണ് ഗ്രാൻഡ് ഫാദർ എന്ന് അറിയപ്പെടുന്നത്. ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. പേഴ്സണാലിറ്റി അളക്കാനുള്ള ടെസ്റ്റ് ആണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അളക്കാനുള്ള ഒരു മാപനമാണ്, ഒരു ടെസ്റ്റ് ആണ് ഇത് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു പോയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വിശദ വിവരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.